ഇഷ്ടമല്ലാത്ത ജോലി കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ. ഹായ്, ഞാൻ അഭിനന്ദ്, ആബ്സല്യൂട്ട് മൈൻഡ് ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളൊരു ജോലി ചൂസ് ചെയ്യുമ്പം അത് നമുക്ക് സന്തോഷം തരും, അത് നമുക്ക് ഇഷ്ടമാണോ എന്ന് നമ്മൾ നോക്കാറുണ്ടോ? അങ്ങനെ പലരും കൃത്യമായിട്ടുള്ളൊരു മാർഗനിർദ്ദേശമോ അവരുടെ താല്പര്യമോ അവരുടെ കഴിവോ അവരുടെ പേഴ്സണാലിറ്റി അവരുടെ വ്യക്തിത്വം എങ്ങനെയാണ്, പിന്നെ അതേപോലെ തന്നെ കരിയർ തിരഞ്ഞെടുക്കുമ്പം കുറേ ഫാക്ടേഴ്സ് അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും നോക്കാതെ കരിയർ എടുത്തിട്ട് അവരുടെ ജീവിതത്തിലെ സന്തോഷം കളയാറുണ്ട്. പിന്നെ അവർക്ക് അതൊരു പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ആ ജോലി കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരാറുണ്ട്. നമ്മളൊരു ജോലിയിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏകദേശം 50-60% ചിലവഴിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സന്തോഷം ഇല്ലെങ്കിലോ? അതുകൊണ്ട് തന്നെ ഒരു കരിയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ജോലിയോട് നമുക്കൊരു ഇഷ്ടമുണ്ടോ നോക്കണം. ഈ ഇഷ്ടം നമുക്ക് ആ കരിയറിനെ കുറിച്ച് അറിയുന്നതിലൂടെയും അതേപോലെ തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാനുള്ള സൈക്കോമെട്രിക് ടെസ്റ്റുകളുണ്ട്. ഇഷ്ടം മാത്രം ഉണ്ടായാൽ പോരാ, ഇഷ്ടമുള്ള കരിയറിൽ നമുക്ക് കഴിവും കൂടെ വേണം. ആ കഴിവ് മനസ്സിലാക്കാനുള്ളതാണ് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ. അതായത് നമ്മുടെ കഴിവുകളൊക്കെ മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട് എന്നുള്ളത്. എക്സ്ട്രോവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുമായിട്ടൊക്കെ ഇടപഴകുന്ന ഒരു ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ. ഇൻട്രോവേർട്ട് എന്ന് വെച്ചാൽ കുറച്ച് ഉള്ളിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഒരു ജോലി ഈ ഇൻട്രോവേർട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് അയാൾ ഗ്രൂപ്പായിട്ടുള്ളൊരു ജോലി, ഗ്രൂപ്പുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെയുള്ള ജോലിയാണ് അയാൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ കരിയർ സെലക്ഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടം നോക്കണം, നമ്മുടെ കഴിവുകൾ നോക്കണം, അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി. പിന്നെ നമുക്ക് ചുറ്റും നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു കരിയർ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. കരിയർ സെലക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കരിയർ സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടെ നിങ്ങൾക്കതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുന്നതാണ്. കരിയറുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നല്ലൊരു കരിയർ സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു കരിയർ സെലക്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.